അപ്പോൾ ഇതിനിടയിൽ നമ്മൾ കുറേ പേര് സുരേഷ് ഏട്ടന് ഭയങ്കരമായിട്ട്, ഇപ്പോൾ സുരേഷ് ഏട്ടൻ ആദ്യം പറഞ്ഞത് തൊട്ട് വേണുക്കുട്ടൻ സാറ് തൊട്ട് ഇങ്ങോട്ട് വരുമ്പോൾ സഹകരിച്ചവരെല്ലാം അതിഭീകരന്മാരായിരുന്നു എന്ന് പറയേണ്ടി വരും. പിന്നെ ഈ ആർട്ടിസ്റ്റുകളുടെ കേസിൽ അപ്പോൾ ഒരു കാര്യം നമുക്ക് എന്നെ പേഴ്സണലി ഭയങ്കരമായിട്ട്, കാരണം നമ്മൾ ചില ആർട്ടിസ്റ്റുകളെ ഉപയോഗിച്ച് കൊതി തീരാത്തൊരവസ്ഥയുണ്ട്. അതിൽ ഒരാൾ കാട്ടാക്കട മുരുകൻ ചേട്ടനാണ്. കാരണം എനിക്ക് തോന്നുന്നു സുരേഷ് ഏട്ടൻ്റെ കടലുകൾ കടന്നും ജീവിതത്തിൻ്റെ രാമുഖം 2 നാടകങ്ങളാണെന്ന് തോന്നുന്നു. അങ്ങനെ ആ ഒരു കാരണം മുരുകൻ ചേട്ടൻ്റെ വേറൊരു എക്സ്പാൻഷനാണ് മുരുകൻ ചേട്ടൻ. തീർച്ചയായിട്ടും. കാരണം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? മുരുകൻ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരൊറ്റ കാര്യം പറയാം, ഈ കലാകാരനും വ്യക്തിയും ഒരുമിച്ച് വരുന്നത് വളരെ അപൂർവമാണ്. ചിലപ്പോൾ നമ്മളിലൊക്കെ എന്തെങ്കിലും വ്യക്തി എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ രണ്ടായിട്ടും എന്തെങ്കിലുമൊക്കെ കുറവുകളോ പക്ഷേ ഞാൻ ഇത്രയും വർഷം കണ്ടിട്ടുള്ളതിൽ ഇത് രണ്ടും ഒന്നിച്ചു വരുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, ഞാൻ ഇപ്പോഴും പറയാം, എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ മുരുകേട്ടൻ നാടകത്തിന് പറ്റിയ ആളല്ല, സിനിമയ്ക്ക് പറ്റിയ ആളാണ്. അത്രയും ഒരു വലിയ സങ്കടം, നമ്മൾ നാടക ലോകം പോലും ഒരു തരത്തിലുള്ള അംഗീകാരങ്ങൾ ഇപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല. കുറേ നാടകങ്ങൾ, ഇപ്പോൾ അനശ്വരിയുടെ കടലിൽ, മലയാള നാടകവേദിയുടെ ജീവിതത്തിൻ്റെ തിരക്കഥ, മുഹാദ് തന്നെ എഴുതിയ ജീവിതത്തിൻ്റെ തിരക്കഥ, പിന്നെ ഈ സുരേഷ് ഏട്ടൻ പറഞ്ഞ 1-2 നാടകങ്ങൾ, ഏറ്റവും ഒടുവിൽ ശ്രീധന്യായിട്ടൊക്കെ സഹകരിക്കുമ്പോഴെല്ലാം അങ്ങനെ കുറേ സംവിധാനങ്ങൾ. പക്ഷേ പുള്ളിയെ ഒരു തരത്തിലും നമുക്കത് ഈ നിമിഷം പുള്ളിയെ ഓർക്കാതിരിക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. കാരണം പുള്ളിയൊക്കെ നമ്മൾ പല നാടകങ്ങൾ കാണുമ്പോൾ ചില നാടകങ്ങളുടെയൊക്കെ ഈ ചില ക്യാരക്ടർ മുരുകൻ ചേട്ടനായിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, പല ക്യാമ്പിലും ചെല്ലുമ്പോഴത്തേക്ക് അയ്യോ ഇത് എൻ്റെ മുരുകേട്ടൻ എൻ്റെന്ന് പറയില്ല, മുരുകേട്ടനായിരുന്നു. മുരുകേട്ടനെ കുറിച്ച് ഇപ്പം നിർമ്മൽ പറഞ്ഞ പോലെ ഒരാഴ്ചയിൽ 2 ദിവസമെങ്കിലും നമുക്ക് ഓർമ്മിക്കാതിരിക്കാൻ പറ്റില്ല അയാളുടെ എന്നാൽ ഈ അധികമായി നമ്മളെ പോലെ നിരന്തരം കമ്മ്യൂണിക്കേഷൻ ഒന്ന് ഭയങ്കര സ്നേഹമാണ്. ഭയങ്കര സ്നേഹം. ചെറുക്ക എന്ന് വിളിച്ചാൽ നമ്മളുടെ ഇങ്ങനെയൊക്കെ നീ ഇന്ന് പോകുന്നുണ്ടോ വീട്ടിൽ? ഞാൻ പറഞ്ഞ പോകും. ചിലപ്പോൾ രാത്രി 11 രാത്രി 11 നീ ഇനിയിപ്പോൾ എവിടെ പോകണ്ട, ഇനിയിപ്പോൾ പോകണ്ട, രാവിലെ പോയാൽ മതി കേട്ടോ. അല്ലാണ്ട് ഞാൻ ഇനിയിപ്പോൾ പോകണ്ട, മഴ ഇതൊക്കെ ആയിട്ട് പോകണ്ട, ഇവിടെ കിടന്നാൽ മതി, നമ്മൾ അനുസരിക്കും. പക്ഷെ പിറ്റേന്ന് രാവിലെ 9:00 വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന സാറെന്നല്ല, ഓ ശരി ഞാൻ എന്ന് പറയുകയും ആക്ടിങ്ങിൽ ഇത്രയും ഡൗൺ എർത്തിൽ ഇറങ്ങി വരുന്ന ഒരു മനുഷ്യന് നമുക്ക് കിട്ടില്ല. അങ്ങനെ ഒരാളിനെ ഇനി കിട്ടില്ല. അത് ആ യുഗം കഴിഞ്ഞു. അവിടെ തുടങ്ങി അവിടെ അവസാനിച്ചു. ഇനിയിപ്പോൾ നമ്മുടെ ഇപ്പോൾ പല പാറ്റേണുകളിലുള്ള നാടകങ്ങൾ സുരേഷ് ഏട്ടൻ ഇതിനോടകം തന്നെ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ ഊഴം, വംശം തുടങ്ങിയ ഇപ്പോൾ ഒരു മിത്തോളജിക്കൽ, ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമ ഒരറ്റത്ത് കിടക്കുന്നു. അല്ലെങ്കിൽ ഇപ്പുറത്ത് വന്നിട്ട് ഇപ്പോൾ വലിയ രീതിയിൽ ഇപ്പോൾ മനുഷ്യനൊരു ആമുഖം, നായകൻ, മുൻ വർഷങ്ങളിലൊക്കെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ഈശ്വരൻ്റെ തിരക്കഥ, അല്ലെങ്കിൽ ഇരുവർ, ഈ നാടകവർഷം ആദ്യം ഇറങ്ങിയ ഇരുവർ. അപ്പോൾ ഇങ്ങനെ ഒരു ഇതിന് രണ്ടും 2 കൾച്ചറാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. അല്ല, ഞാൻ പറഞ്ഞില്ല, ഇത് ആത്യന്തികമായിട്ട് ഈ നമ്മുടെ പ്രൊഫഷണൽ നാടകം എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ കച്ചവടമാണ് ഉദ്ദേശിക്കുന്നത്. പൂർണ്ണമായി അത് നമ്മൾ അംഗീകരിച്ചേ പറ്റും. പൂർണ്ണമായിട്ട് നമ്മൾ അംഗീകരിച്ചേ പറ്റും. ഇപ്പം നമ്മളെ സമീപിക്കുന്ന ഒരു പ്രൊഡ്യൂസർ 10-15 പേരുടെ ജീവൻ നമുക്ക് രക്ഷപ്പെടണം, ഇതാണ് ആദ്യം പറയുന്നത്. ചിലർ ഇപ്പോൾ പറഞ്ഞില്ലേ വംശം ഇതൊക്കെ പറഞ്ഞ ചിലർ വന്നിട്ട് പറയും നമുക്ക് കളിക്കുകയും വേണം എന്ന ഒരു ക്ലാസ് നാടകം. അപ്പോൾ ഇത് കൂടുതലും വരുന്നത് നമുക്ക് രക്ഷപ്പെടണം. അപ്പം ഞാനും സത്യം ഞാൻ പറയണം, നമ്മുടെ മനസ്സിലും എങ്ങനെയെങ്കിലും നാടകം രക്ഷപ്പെടണം, കളിക്കണം. ഒരു 100 നാടകം ഈ ആർട്ടിസ്റ്റുകളൊക്കെ നിൽക്കുമ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിക്കുന്ന ഒരൊറ്റ കാര്യം, അതിനെന്താണ് ഇതിനൊരു പോംവഴി, എന്താണ് ഇതിനൊരു ചേരുവ? തീർച്ചയായിട്ടും നമ്മൾ ജനപ്രിയമായ ചേരുവകൾ എന്തൊക്കെയാണ്? ഒരു ക്ലാസ് നാടകം നമ്മുടെ മനസ്സിലുണ്ട്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചിലർ ചെയ്യുന്ന കാണുമ്പോൾ, ഉദാഹരണം ഇപ്പോഴത്തെ ഡയറക്ടേഴ്സ്, ചിലർ നല്ല ഡയറക്ടേഴ്സ് നന്നായിട്ട് ഒരുപാട് പേരുണ്ട് നന്നായിട്ട് ചെയ്തിരിക്കുന്നത്. എഴുത്തുകാർക്കാണ് ദാരിദ്ര്യം. തീർച്ചയായും അത് ശൂന്യത ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല, അത് ഇത്തിരി പാടാ. അപ്പോൾ ഇത് എളുപ്പമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ അവരുണ്ടാക്കി തരുന്ന സാധനത്തിൽ നിന്ന് നമ്മൾ പണിയുന്നത്. അവരൊരു സാധനം തരികയാണ്, ആ സാധനത്തിൽ നിന്നാണ് നമ്മൾ പണിയുന്നത്. ഇപ്പോൾ ഒരു കെട്ടിടം പണിയാൻ കൊടുക്കും പോലെ സിമൻറ്റ്, ചരല് ഇതെല്ലാം കൊടുക്കുന്നെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് മെറ്റീരിയൽ അവർ തരുന്നുണ്ട്, ഇതിൽ നിന്നും നമുക്ക് പണിയാം. പക്ഷെ ഇവരെന്ന് പറഞ്ഞാൽ അവരെ കുഴപ്പമില്ല, ആ ശൂന്യത എന്ന് ഇവരുണ്ടാക്കുന്ന സാധനം അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാവില്ല. അതിൽ കയറി നമുക്ക് എല്ലാവർക്കും അഭിപ്രായം പറയാം, എനിക്ക് പറയാം, നിർമ്മലിന് പറയാം, എല്ലാവർക്കും പറയാം. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ, പൊതുവിൽ നമ്മൾ ആലോചിക്കുന്ന ഒരു കച്ചവടം തന്നെയാണ് ആലോചിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ വംശം, പിന്നെ 3 ഇന്ത്യൻ പൗരന്മാരുടെ ഒരു ജേണി നാടകം. അപ്പോൾ ഇത്തരം നാടകങ്ങൾ ചിലപ്പോൾ നമുക്ക് വന്നു വീഴും. അവർ പറയും കുഴപ്പമില്ല ഇത് ചെയ്തോ എന്ന് പറയും, ജയപരാജയങ്ങളിൽ പ്രശ്നമില്ല നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മളൊരു പരീക്ഷണത്തിന് അങ്ങ് ഇറങ്ങും, കുഴപ്പമില്ല എന്നും പറഞ്ഞു. പക്ഷെ
മിക്കവാറും അത് നടക്കാറില്ല. ഈ നടക്കുന്നവരടുത്ത് നമുക്ക് അതിലേക്ക് നമുക്ക് വരാം. കാരണം പലപ്പോഴും ഈ ഏറ്റവും കൂടുതൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്ന സംവിധായകനാണ്. തീർച്ചയായിട്ടും. കാരണം എഴുത്തുകാരനെ സംബന്ധിച്ച് അവൻ ഇപ്പോൾ എഴുതുന്ന ഒരാളിനെ സംബന്ധിച്ച് എഴുതുന്നതെല്ലാം ശരിയാണ്, അത് ഡയറക്ടറുടെ വ്യൂവിൽ നിന്നിട്ടായിരിക്കും നമ്മൾ തിരുത്തേണ്ടി വരുന്നത്. പിന്നെ ഇപ്പോൾ കടലും സമുദ്രങ്ങൾ അല്ലെങ്കിൽ വലിയ കെട്ടിടങ്ങൾ, വലിയ ടൗൺ, ഇത് നമുക്ക് എഴുതി വയ്ക്കാൻ വളരെ എളുപ്പമാണ്. കാരണം നമുക്ക് 24x18 അടി എന്ന് പറയുന്ന ഒരു ചതുരംഗത്തിനകത്ത് ഈ സാധനങ്ങളും 6 ആർട്ടിസ്റ്റുകളിൽ നിന്ന് 30 കഥാപാത്രങ്ങളെ ഉണ്ടാക്കുക എന്ന് പറയുന്ന അതൊരു ഭയങ്കര വെല്ലുവിളിയല്ലേ? തീർച്ചയായും ഭയങ്കര വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നിർമ്മൽ പറഞ്ഞതുപോലെ നിർമ്മൽ തന്നെ പലപ്പോഴും എഴുതിയിട്ടുണ്ട് യാത്ര, നാടകത്തിൻ്റെ യാത്രയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ പൊതുവിൽ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ പലതും നിൽക്കുന്നില്ല, യാത്രയാണ് ഒരിടത്തു നിന്ന് മറ്റിടത്തേക്ക്, നമ്മൾ കൂടെ ഓടേണ്ട ഒരു അവസ്ഥ. നമ്മൾ കഴിഞ്ഞ ദിവസം ഡാം കണ്ടപ്പോൾ വ്യത്യാസം പറഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NN പിള്ള സാറ് എന്ന് പറയുന്ന ഒരു ലെജൻഡിൻ്റെ ആ ഒരു മനസ്സോടുകൂടി നമ്മൾ അവിടെ ഇരിക്കുന്നത്, ആ ഒരു മനസ്സോടുകൂടി നമ്മൾ NN പിള്ള സാറിൻ്റെ നാടകം. അപ്പോൾ കർട്ടൻ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് സാറിങ്ങനെ നിൽക്കുക മനസ്സിൽ, അവിടെ പിന്നെ വേറെ ഒരു ചിന്തയും നമുക്കില്ല. അത് പൊങ്ങുന്നു, അത് ചെയ്യുന്നു, അത് കാണുന്നു, നാടകം അവസാനിക്കുന്നു, നമ്മൾ സംതൃപ്തനാണ്. പക്ഷെ എനിക്ക് ഇപ്പോഴും ഒരു സംശയം, നമ്മൾ ഇതെങ്ങനെ ഇപ്പോൾ നിൽക്കുന്ന സംവിധായകരെ, എഴുത്തുകാരും ഇതേപടി വേറൊരു സാധനം ഇതേപടി ചെയ്താൽ എങ്ങനെ അത് അംഗീകരിക്കപ്പെടും അല്ലെങ്കിൽ എങ്ങനെ സ്വീകരിക്കും? എനിക്ക് സംശയമാണ്. കാരണം എനിക്കിപ്പോഴും സംശയമാണ്. ചിലപ്പോൾ നടക്കാം. ഞാൻ ചോദിക്കട്ടെ, ആ നാടകത്തിൽ പറയുന്ന പല ഡയലോഗുകൾ ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. നമ്മള് ഇപ്പോൾ അതിനകത്തൊരു സീനിൽ പയർ പാറ്റിക്കൊണ്ടിരിക്കുന്ന കടക്കാരനെ ചീത്ത വിളിക്കുന്നു. അതെ, കടക്കാരനെ ചീത്ത വിളിക്കുന്നു. അല്ലാതെ തന്നെ സഭ്യമായിട്ട് പറയുന്ന പല കാര്യങ്ങളുണ്ട്. നാടകത്തെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. കുറെ പേര് കുടുംബത്തോട് നാടകം അവതരിപ്പിക്കാൻ ഇറങ്ങി. അപ്പൊ അതൊന്നും ഇപ്പൊ നമുക്ക് അങ്ങനെ അലൗഡ് അല്ല. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നമ്മള് പറയും നാടകത്തിനകത്ത് സംഘർഷം വേണം. സംഘർഷം അതിനകത്തുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം. തീർച്ചയായും. പക്ഷെ ലാസ്റ്റ് വരെ സാധനം ഇങ്ങനെ കൊണ്ടുപോയിട്ടെ നമുക്ക് എനിക്ക് ഒരു പ്രശ്നം വെച്ചാൽ ഇപ്പോൾ അത് നമ്മളിലേക്ക് വരുമ്പോൾ അതിൽ അൺപാർലമെന്ററി വേർഡ്സ് ഉണ്ട്, അതിന്റെ ഒരു പൊളിറ്റിക്സ് ശരിയല്ല. തീർച്ചയായും. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ അത് നമ്മളെ കൊണ്ട് പരിഹരിക്കാവുന്നതല്ല. ഇപ്പോൾ സുരേഷ് ഏട്ടൻ പറഞ്ഞതുപോലെ അത് NN പിള്ളയുടെ നാടകമായതുകൊണ്ട് ജനം അത് അംഗീകരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ അതിന്റെ ഒരു ടൈം തന്നെ ഇപ്പോൾ വളരെ കുറവാണ്. പക്ഷേ എങ്കിലും അത് ജനം അംഗീകരിക്കും, പൂർണ്ണമായും അംഗീകരിക്കും. അതാണ് NN പിള്ള. അതാണ് നമ്മളല്ല, ഈ മലയാള സമൂഹം മൊത്തത്തിൽ, നാടക പ്രേക്ഷകർ മൊത്തത്തിൽ ആ ഒരാളിന് അല്ലെങ്കിൽ അതേപോലെയുള്ള പ്രതിഭയൊക്കെ കൊടുത്തിട്ടുള്ളൊരു ഇപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും നമ്മൾ ആ സാറിൻ്റെ നാടകം അല്ലെങ്കിൽ നമ്മുടെ തലമുറയല്ല ബാക്കി തലമുറയിൽപ്പെട്ട ഒരു സാറിൻ്റെ നാടകം കാണാത്തവർ വരെ ഇരുന്ന് കാണണമെങ്കിൽ അത് വലിയൊരു സാധ്യതയാണ്. കാലങ്ങൾക്ക് അതീതമാണ്. ഇനി ഈ ലോകം ഉള്ളിടത്തോളം കാലം ഇത് തന്നെ ഇങ്ങനെ പോകും. അതിന് വേറെ തർക്കമൊന്നും വേണ്ട. അതൊക്കെ ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിലേക്ക് തിരിച്ചു വരാം. അതായത് നമ്മുടെ ഇപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ സന്ധി ചെയ്യലുകൾ ഉണ്ടാകുന്നു. നമുക്ക് ഇപ്പം നമുക്ക് ഒരു വലിയ പ്രശ്നമുള്ളത് പ്രോപ്പർട്ടീസിൻ്റെ ഉപയോഗത്തിൻ്റെ കാര്യത്തിലാണ്. കാരണം നമുക്ക് ഇത് സഞ്ചരിക്കുന്ന ഒരു നാടക വണ്ടിയിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടി വരുന്നു. അപ്പോൾ ഇത് നമുക്ക് വളരെ ഏറ്റവും സിമ്പിളായി എങ്ങനെ പ്രാക്ടിക്കലാക്കാം എന്നുള്ളതുണ്ട്. ഒരു നാടകവേദിയെ സംബന്ധിച്ച് നടപ്പുകാല പ്രൊഫഷണൽ നാടകവേദിയിൽ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി യാത്ര ചെയ്യുന്ന ഒരു സഞ്ചാരത്തിൻ്റെ പാതയിലാണ് നാടകവേദി. അപ്പോൾ നമുക്ക് ചിലപ്പോൾ 10-ലധികം സീൻസ് ഉണ്ടാവാം, അതിൽ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസിൽ വ്യത്യാസം ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് അത് വളരെ പെട്ടെന്ന് ആപ്ലിക്കബിൾ ആവാറുണ്ടോ? മീൻസ് എങ്ങനെ ചിന്തയിലേക്ക്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞതുപോലെ ടൂറിംഗ് ആണ് നമ്മുടെ നാടകം. ടൂറിംഗ് ആണ് പ്രൊഫഷണൽ നാടകം എന്ന് പറഞ്ഞാൽ ടൂറിംഗ് ആണ്. നമ്മുടെ നാടകം കേരളത്തിലെ സംബന്ധിച്ച് പ്രൊഫഷണൽ നാടകം ടൂറിംഗ് ആണ്. അപ്പോൾ അതിന് യോജ്യമായ രീതിയിൽ തന്നെയാണ് നമ്മൾ, അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് ഇത്തരം സെറ്റുകൾ ഒരുക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാനും ഇപ്പം നിൽക്കുന്ന മിക്ക ഡയറക്ടേഴ്സും എഴുത്തുകാരും 5-6 ഒക്കെ നാടകങ്ങൾ ചെയ്യുന്നവരാണ്. അപ്പം നമുക്ക് ഒരു നാടകം വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ വേറൊരു സെറ്റപ്പിൽ ഒരു ബ്ലാക്ക് ഇതൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ, പക്ഷേ ഈ 5 നാടകം ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിനൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ സമയം ഒരു വലിയ ഘടകമാണ്. കാരണം ഒരു സംഘാടകനെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്നത് ഓണം എന്ന് പറയുന്നത്. ഓണത്തിന് മുൻപ് നാടകം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് അവിടെ പലപ്പോഴും നമ്മൾ യാന്ത്രികമാവാം. ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഓണത്തിന് അവർക്ക് 4-5 കളിയേ ഉള്ളൂ. പിന്നെ ഇപ്പം ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ മേളകളും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇപ്പം ഇങ്ങനെ ചാറ്റിങ് നടക്കണുണ്ട്, അവർക്ക് അതിൽ കയറി പറ്റാനുള്ള ഒരു കാരണവശാലും നമുക്ക് ഈ 5-6 നാടകങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ തന്നെ ഓടുകയാണ്. പക്ഷെ എന്നാലും ഞാൻ ഈ വരടത്ത് വെച്ച് കാണാം, വളരെ സമാധാനമായിട്ട് കുറേയൊക്കെ സമാധാനമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇല്ലാതെ പറ്റത്തില്ല. കാരണം ഒരുവിധപ്പെട്ട കാര്യങ്ങളൊന്നും ഇപ്പം അഡ്മിറ്റ് ചെയ്യില്ല.
രക്ഷപ്പെടാൻ വലിയ പാടാണ്. ഇപ്പോൾ സുരേഷ് ഏട്ടനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നിങ്ങളുടെ നാടകം ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഹൗസ് പോലെ പോകുന്നു. ഇപ്പോൾ മുഹാദ് നാടകം എഴുതുന്നു, അനിയേട്ടൻ മ്യൂസിക് ചെയ്യുന്നു, വിജയേട്ടൻ വരയ്ക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഗാനരചയിതാക്കളുടെ കാര്യം, അങ്ങനെയുള്ള ചില കാര്യങ്ങളിലാണ് ഒരു അപൂർവ മീൻസ് വ്യത്യാസമുള്ളവർ വരുന്നത്. അപ്പോൾ അത്തരം ഒരു പ്രൊഡക്ഷൻ ഹൗസ് സേഫ് ആണോ ശരിക്കും? അല്ല, സേഫ് എന്നുള്ളതല്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് സംഭവിച്ചു പോകുന്നതാണ്. ഇപ്പം എല്ലാവരും ചോദിക്കും മുഹാദും സുരേഷ് ദിവാറിനും തമ്മിൽ എന്താണ്, വേറെ നിങ്ങൾ ചെയ്യില്ലേ എന്ന് ചോദിക്കും. രണ്ടുപേരും ചെയ്യും. പക്ഷേ ഇത് നമ്മളൊരു കുറച്ച് ഹിറ്റുകൾ വന്നല്ലോ, കുറച്ച് സ്വാഭാവികമായിട്ട് ഉണ്ടായപ്പോഴത്തേക്ക് അവർ തമ്മിലുള്ളൊരു കോംബോ ഉണ്ടാകുന്നു. പിന്നെ അവർ പുറത്ത് പറയുന്നു അവർ തമ്മിലുള്ള കെമിസ്ട്രി ഭയങ്കര. അങ്ങനെയല്ല, അതിപ്പം മുഹാദ് വേറെ ഡയറക്ടറെ ചെയ്തിട്ടുണ്ട്, അതും രാജേഷിൻ്റെ ഒക്കെ നാടകങ്ങൾ ചെയ്ത അതും തെളിയിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വേറെ ചെയ്തിട്ടുണ്ട്. ഇപ്പം എല്ലാവരും മാറിയും തിരിഞ്ഞ് ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ല, ചിലപ്പോൾ സംഭവിച്ചു പോകുന്നതാണ്. അല്ല, ഞാനിപ്പോൾ എല്ലാവരും നാടകങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഹേമന്തിൻ്റെ ചെയ്തിട്ടുണ്ട്, ഫ്രാൻസ് സാറിൻ്റെ ചെയ്തിട്ടുണ്ട്, ജോർജിൻ്റെ ചെയ്തിട്ടുണ്ട്, മാത്യൂസ് കുനമാവിൻ്റെ ചെയ്തിട്ടുണ്ട്, VR സുരേന്ദ്രൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നിർമ്മൽ പറഞ്ഞൊരു സംശയം എല്ലാവർക്കും അങ്ങനെയില്ല. ഇപ്പൊ വരുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് മാത്രം ചെയ്തു പോകുന്നതാണ്. വർക്കുകളുടെ പേരിൽ അത്രേ ഉള്ളൂ. നാളെ ഇതെല്ലാം മാറാം. പിന്നെ ഞാൻ പറഞ്ഞില്ല, അനിൽ മാള ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് അത് മാത്രമല്ല അവരെ കൊണ്ട് ചില സൗകര്യങ്ങളുണ്ട്. ഇപ്പൊ വരുന്നു, പുള്ളി വിജയൻ ചേട്ടൻ ഇവിടെ വരുന്നു, ഇവിടെ ഇരുന്നിട്ട് സെറ്റ് വരയ്ക്കുന്നു. അപ്പൊ നമുക്ക് എന്തെങ്കിലും പറയാം. സുജാ മാഷ് വേറൊരു തലമാണ്. സുജാ മാഷ് ഇപ്പൊ മൂന്നാണ്. സുജാ മാഷിനെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. മാഷിനെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മാഷ് വേറെ രീതിയിലുള്ള, നമ്മൾ രണ്ടുപേരും രണ്ട് എക്സ്ട്രീമുകളാണ്. ഒന്നും. പിന്നെ അനിൽമാള എന്ന് പറയുന്നത് ഇപ്പൊ നടപ്പുകാല നാടകവേദിയുടെ ഏറ്റവും വലിയ ആവശ്യങ്ങളിലൊന്ന്. പിന്നെ പുള്ളിയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളി പോയിട്ട് നമ്മളെ കൃത്യമായി ക്യാമ്പിൽ വരും. ക്യാമ്പിൽ 4-5 ദിവസം വന്നിരുന്നിട്ടാണ്. പിന്നെ അപ്പം നമ്മൾ ഈ ഫസ്റ്റ് നോട്ട് എടുത്ത് ഇപ്പൊ സമയം കിട്ടും. പഴയ കാലത്തെ ഒരു അവസ്ഥയിൽ നിന്ന് മാറി 4-5 ദിവസം കൊണ്ട് നോട്ട് എടുത്ത് ഇവർ പഠിക്കാൻ വിടുക, എന്നിട്ട് പഠിച്ചിട്ട് വരാൻ പറയും. അപ്പം മ്യൂസിക് ഏകദേശമൊക്കെ അനിലാണെങ്കിൽ ഏകദേശമൊക്കെ അവിടെ ഇത്ര ഇത് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞ പ്ലാനിങ്ങിൽ അങ്ങ് വിടും. അവിടെ ഒരു കെമിസ്ട്രി ഉണ്ട്. അനിയേട്ടന് നാടകം അറിയാം, ഡയറക്ടറും ഒക്കെ കൂടെ. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് നാടകത്തിന്റെ ക്യാമ്പിൽ കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ രണ്ടാമത് നമുക്ക് അതിനകത്തൊരു സംശയം വരുന്നില്ല മാത്രമല്ല, നമുക്ക് ഈ രണ്ടാമത് ക്യാമ്പ് വരെ നമുക്ക് കുറച്ചുകൂടെ ആശയങ്ങൾ വരും. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ സാധനങ്ങൾ അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഗുണം അതൊക്കെ കൊണ്ടാണ് ഈ ഒരു ടീം ഇങ്ങനെ. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇപ്പൊ ഇവിടെ ധന്യ നാടക ഗ്രാമം, അവിടെ ഒരു അറിയാലോ, ഈ നാട്, ഈ ഗ്രാമം നാടകത്തെ ഒത്തിരി നാടകത്തെ സ്നേഹിക്കുന്നവര്. അപ്പൊ അതിൻ്റെതായ ഒരു സുഖമുണ്ട് ഇവിടെ. അതിൻ്റെതായ എല്ലാ സൗകര്യങ്ങളും നമുക്ക് കിട്ടുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇനി ഇപ്പോൾ പുറത്തിറങ്ങാൻ, ഈ വർഷം പുറത്തിറങ്ങേണ്ട നാടകങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് തിര എന്ന് പറയുന്ന അണിയറയുടെ തിരയുണ്ട്, പിന്നെ അക്ഷരജ്വാലയുണ്ട്, രംഗഭാഷയുണ്ട് കോഴിക്കോട്, പിന്നെ സഹൃദയുണ്ട്, പിന്നെ അനുഗ്രഹമുണ്ട്. ഇത്തരം നാടകങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. എല്ലാം ഇറക്കി കൊടുക്കണം, എല്ലാം ഒരുവിധം കളിക്കുന്ന ലെവലിലേക്ക് എത്തണം. ഇതൊക്കെയാണ് നമ്മുടെ ശ്രമവും. ഉപജീവന മാർഗം. തീർച്ചയായിട്ടും എത്ര പേരുടെ 10-15 പേര് ഇതിന്റെ പിന്നിൽ വലിയൊരു ഇതാണ്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം അറിയാലോ, ആ സാഹചര്യത്തിനനുസരിച്ച് ഇപ്പൊ സെക്കൻഡ് പ്രോഗ്രാം ഒന്നും ഇല്ല. അങ്ങനെ സെക്കൻഡ് പ്രോഗ്രാമുകളില്ല, ഫൈനാൻസ് സൊസൈറ്റികളില്ല. ഇപ്പൊ 10 മണി കഴിഞ്ഞാൽ ഇപ്പൊ അത് ഏകദേശം ചെറിയൊരു സന്തോഷ തീരുമാനത്തിലാണ് നമ്മളിപ്പോ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കുറച്ചുകൂടി സ്വാഗതാർഹമായ എല്ലാ കലാരൂപങ്ങൾക്കും അതൊരു വലിയ കാര്യമായിരിക്കും. ഓക്കെ, അപ്പോൾ വലിയ തിരക്കുകൾക്കിടയിലാണ് സുരേഷ് ഏട്ടൻ എത്തിയത്. അപ്പോൾ എന്തായാലും ഓൺ ദ സ്റ്റേജിന്റെ ആദ്യ എപ്പിസോഡിൽ എത്തിയതിന് ഹൃദയപൂർവ്വമായ നന്ദി അറിയിക്കുക. എപ്പിസോഡിൽ വരാൻ പറ്റിയത് വളരെ ഭാഗ്യം. തുടർന്നും ഈ നിർമ്മലിന് ഇത് വളരെ ദീർഘമായ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയട്ടെ. ഓക്കെ.